വെൽക്കം ടു ഫ്ലൈയിങ് ബേർഡ്സ്. ഇന്ന് രാവിലെ 8 മണിയായിട്ടുള്ളൂ. ഈ സമയത്താണ് ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ടിന് പോണത്. വർക്കൗട്ടിന് പോണേക്കാൾ മുമ്പ് ഞാനൊരു ഡ്രിങ്ക് കഴിച്ചിട്ടാണ് പോവുക. അതായത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിച്ച് പ്രോട്ടീൻ പൗഡർ. അതൊരു 2 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടാണ് ഞാൻ പോവാറ്. അപ്പം അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പാലാണ് ഒഴിക്കുന്നത്. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഹണിയും കൂടി ചേർക്കുന്നുണ്ട്. ചിലർ ജിമ്മിൽ പോയി വന്ന് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ. ഞാൻ ഇതിന് പോണേക്കാൾ മുന്നാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്കൊരു എനർജിക്ക് വേണ്ടിയിട്ട് രാവിലെ വേറെ ഒന്നും കഴിക്കണില്ലല്ലോ, ഇതാണ് ഞാൻ കഴിക്കാറ്. നല്ല റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിന്ന് കാണിച്ചു തരാം. ഈ പ്രോട്ടീൻ പൗഡറും പിന്നെ എൻ്റെ വർക്കൗട്ട് ചെയ്യണ ജിമ്മും ചെറുതായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും പ്രോട്ടീൻ പൗഡർ ജിമ്മിൽ പോണവരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് ഒരു പിടിപാടുമില്ല. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നട്ട്സും സീഡ്സൊക്കെ വെച്ചിട്ടാണ് ഈ പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ഇത് കാണിക്കാൻ പോണത്. ഈ അടുത്ത ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടറുണ്ട്, ആളെന്നോട് ഈ ഒരു സീഡിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു ഐറ്റത്തിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടർ പറഞ്ഞു. അതായത് ഇതിൻ്റെ പേരാണ് മക്കാന അഥവാ ഫോക്സ് സീഡ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലർ അല്ല, പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇത് കഴിക്കാത്ത ആളുകളില്ല എന്നാണ് പറയണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോട്ടസിൻ്റെ സീഡ് എന്നാണ് പറയണത്. പക്ഷെ ലോട്ടസ് അല്ല, വാട്ടർ ലില്ലി, നമ്മുടെ അമ്പലിൻ്റെ പൂവിൻ്റെ സീഡാണ്. വാട്ടർ ലില്ലിയുടെ സീഡാണ് ശരിക്കും ഇത്. ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കാതെ പോവില്ല എന്നാണ് പറയണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റത്തിനും നല്ലതെന്ന് പറഞ്ഞാൽ ഹെയർ ലോസിന് നല്ലത്, ഷുഗർ പേഷ്യൻറ്റിന് നല്ലത്, പിന്നെ സ്കിന്ന് ഗ്ലോ ആവാൻ നല്ലത്, ഡൈജഷന് നല്ലത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്, നമ്മുടെ ബോഡിയുടെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഐറ്റമാണ് ഈ മക്കാന. അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അതിൽ എന്തൊക്കെയാണ് ചേർന്നേക്കണമെന്നുള്ളത് ഞാൻ പറയാം. ഈ മക്കാനയിൽ ഒരു 100 ഗ്രാമിൽ അടങ്ങിയേക്കണത് 9.7 ഗ്രാം പ്രോട്ടീൻ തന്നെയുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ 76.9 ആണ്, ഫൈബർ ആണെങ്കിൽ 14.5 ആണ്, 0.1 ഫാറ്റേ ഉള്ളൂ അതിൽ. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത്. അപ്പം ഇതാണ് ഇതിൽ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 50 ഗ്രാം ആയാലൊക്കെ എടുക്കാം. അതുപോലെ തന്നെ അടുത്ത ഐറ്റമായിട്ട് എടുത്തേക്കണത് ഇത് നമ്മുടെ മത്തങ്ങയുടെ പംകിൻ സീഡാണ്. പംകിൻ സീഡ് ഇതും 100 ഗ്രാമാണ് ഞാൻ എടുത്തേക്കണത്. ഇതിലും ഇതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഒരുപാട് ന്യൂട്രീഷൻസ് ഉള്ള ഒരു സീഡാണിത്. ഈ പംകിൻ സീഡിലാണെങ്കിൽ ഇതുപോലെ 30 ഗ്രാം പ്രോട്ടീനാണ് 100 ഗ്രാമിൽ അടങ്ങിയേക്കണേ. 6.6 ഫൈബർ, ഫാറ്റ് കുറച്ചുണ്ട് കേട്ടോ. ഫാറ്റ് ഒരു 49 ഉണ്ട്. പിന്നെ ഇതിൽ അടങ്ങിയേക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ, സിങ്ക്, പൊട്ടാസ്യം, അയേൺ, അങ്ങനെ എല്ലാ മാഗ്നീഷ്യം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ പറയണ ഈ പംകിൻ സീഡിലുണ്ട്. അത് ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂ എടുത്തിട്ടുണ്ട്. കാഷ്യൂലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. എല്ലാ ദിവസവും ഒരു പിടി നട്ട്സ് തിന്നണത് നല്ലതാണെന്നല്ലേ പറയാം. അതായത് നല്ല കൊളസ്ട്രോളിനെ സഹായിക്കണതാണ് ഈ വക. പക്ഷെ ഇത് കൂടുതൽ കഴിക്കാൻ പാടില്ല, ഫാറ്റുള്ള കാരണം വണ്ണം വെക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് ഉണ്ട്. അതുപോലെ 100 ഗ്രാം സൺഫ്ലവർ സീഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ സൺഫ്ലവറിലും ഇതുപോലെ തന്നെ പ്രോട്ടീൻ 100 ഗ്രാമിൽ അടങ്ങിയേക്കുന്നത് 20.8 ഉണ്ട് കേട്ടോ. അത്
പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ് ആണെങ്കിൽ നല്ല ഫാറ്റാണ് ഇതിന്. എന്നാലും സൂക്ഷിച്ച് കഴിച്ചാൽ മതി. വണ്ണം വയ്ക്കണവർക്ക് ഇത് കഴിച്ച് വണ്ണം വയ്ക്കാം. അതുപോലെ ഫൈബർ ഉണ്ട് 8.6. പിന്നെ എടുത്തേക്കണത് 100 ഗ്രാം ആൽമണ്ടാണ്. ഈ ആൽമണ്ടും സാധാരണ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഐറ്റം ആണല്ലോ. നമ്മൾ ഡയറ്റ് എടുക്കുന്നവരെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കാരണം ഒരു പ്രോട്ടീൻ അളവ് ഇതിലും ഒരു 21 പോയിന്റ് സംതിങ് 100 ഗ്രാമിലുണ്ട്. അപ്പം എല്ലാവരും ഇതൊരു പിടിയൊക്കെ എല്ലാ ദിവസവും ഒരു 3-4 രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതെല്ലാവരും ഇതിൻ്റെ വെള്ളത്തിലിട്ട് ഇത് പീൽ ചെയ്ത് കഴിക്കണം കണ്ടിട്ടില്ലേ. അപ്പം ഇതും 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡും ഞാനൊരു 50 ഗ്രാം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫ്ലാക്സ് സീഡ് പ്രോട്ടീൻ അത്രയ്ക്കും ഇല്ലെങ്കിലും ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഹെയർ ലോസ് വരുമ്പോഴൊക്കെ എല്ലാവരും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഫൈബർ, ന്യൂട്രീഷ്യസ് വാല്യൂസ് ഒരുപാടുണ്ട് ഇതിലും. പിന്നെ എടുത്തേക്കണത് 100 ഗ്രാം വാൾനട്ടാണ്. അതുപോലെ തന്നെ പീനട്ട്, റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ തന്നെയാണ് പീനട്ട് നമ്മുടെ. പിന്നെ ചിയ സീഡിലും ഇതുപോലെ തന്നെ 16.5 ഗ്രാമാണ് പ്രോട്ടീൻ അടങ്ങിയേക്കണേ. പിന്നെ കോപ്പർ, സിങ്ക് അങ്ങനത്തെ ഐറ്റംസും ഇതിൽ ഒരുപാട് അടങ്ങിയേക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് എടുത്തേക്കണത് ഇതുപോലെ 50 ഗ്രാം നമ്മുടെ പൊട്ടുകടലയില്ലേ, അതും ഈ ഐറ്റം ഇതും എടുത്തിട്ടുണ്ട്. ഇന്നൊരു 10 ഐറ്റം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഇതുപോലെ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ചില സാധനങ്ങൾ നമുക്ക് ഈ ഫ്ലാക്സ് സീഡൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. അതായത് അതിനൊരു ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതുമാതിരി വാൾനട്ടിനും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഈ ഫോക്സ് സീഡ് ഇതിനൊരു ന്യൂട്രൽ ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ തിന്നുമ്പോൾ നമുക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യണത് ഇതെല്ലാനും ഡ്രൈ റോസ്റ്റ് ചെയ്ത് മിക്സിയിൽ പൊടിച്ച് അരിച്ചൊരു ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജിമ്മിൽ പോണവർക്ക് അതൊന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് കലക്കി കഴിച്ചിട്ട് പോവാം. പിന്നെ കുട്ടികൾക്ക് വണ്ണം വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓട്സ് ഇടുക, പാലൊഴിക്കുക, പിന്നെ ഹണി ഒഴിക്കുക, പിന്നെ ഈ പൗഡറൊക്കെ ഇട്ട് ഒരു ഷേക്ക് പോലെ കഴിച്ചു പോയാൽ കംപ്ലീറ്റ് മീലായി. കുറച്ച് ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യാം. ഒരു കംപ്ലീറ്റ് മീലായി. ജോലിക്ക് പോണേക്കാൾ മുമ്പോ അങ്ങനെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാനും ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഒരു കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഡ്രൈ ആയി വരും. അതായത് മിക്സിയിലിട്ടാൽ പൊടിയും. ആ പരുവാവണം. കുറച്ച് നേരം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ചിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ ഈ സീഡ്സും നട്ട്സൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ചെറിയ പൊട്ടൽ പോലെ കേൾക്കാം. പിന്നെ നമ്മുടെ ഈ ഫോക്സ് സീഡില്ലേ, ശരിക്കും പോപ്കോൺ പോലെ തന്നെ ഇരിക്കണം. ഇതിങ്ങനെ ഒരെണ്ണടുത്ത് കടിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി പൊടിച്ച് കഴിഞ്ഞാൽ നന്നായി പൊടിഞ്ഞു വരുന്നു. ഇനി ഇത് നന്നായി ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നന്നായി സീവ് ചെയ്ത് വെക്കണം. ഇതുപോലെ ഇങ്ങനെ പൊടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ മിക്സിയിൽ കുറേ നേരിട്ട് അടിക്കരുത്. കുറേ നേരിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നട്ട്സും സീഡ്സും അല്ല, അതിൽ നിന്നൊരു ഓയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടില്ല, കുഴഞ്ഞു പോവും. അപ്പം അത് സൂക്ഷിച്ചിട്ട് വേണം
ഇത് പൊടിക്കാൻ. അങ്ങനെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഫ്രൈ ചെയ്ത് നമ്മൾ പൊടിച്ച് സീവ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റിച്ച് പ്രോട്ടീൻ പൗഡറാണിത് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആക്കി ഫ്രൈ ചെയ്ത് പൊടിച്ച് സീവ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതല്ലെങ്കിൽ പുറത്ത്. ഫ്രിഡ്ജിൽ വെക്കണതായിരിക്കും കുറച്ചുകൂടി സേഫ്, കുറേ നാളിരുന്നോളും. ഇതുപോലെ നല്ലോണം ഉണങ്ങിയിരിക്കണ നല്ല ഡ്രൈ ആയിട്ടിരിക്കണ ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ ഈ പൗഡർ ഇട്ട് സൂക്ഷിക്കാം. എന്നും രാവിലെ ഒരു 2 സ്പൂൺ നമുക്ക് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞൂല, അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് കഴിച്ചു നോക്ക്. നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ ബോഡിക്ക്. ഇത് നമുക്ക് സേഫായിട്ടിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പം പിന്നെ ധൈര്യമായിട്ടിരിക്കാൻ കേടാവില്ലല്ലോ. ഇത് പ്രായഭേദമന്യേ ആർക്കും കൊടുക്കാൻ പറ്റും. നമുക്ക് കുട്ടികൾക്കോ, ഞാൻ പറഞ്ഞില്ലേ, വണ്ണം വയ്ക്കാനും യൂസ് ചെയ്യാം. അതുപോലെ ഡയറ്റ് എടുക്കുന്നവർക്ക് വണ്ണം കുറയ്ക്കാനും യൂസ് ചെയ്യാം. വണ്ണം കൂട്ടാനാണെങ്കിൽ നമുക്ക് ഇത്തിരി മധുരത്തിന് പാൽപ്പൊടിയും തേനും പാലൊക്കെ മിക്സ് ചെയ്ത് ഓട്സൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കാം. ഇതാണ് ഞാൻ പോണ ജിമ്മ്, ക്രീഡ് ഫിറ്റ്നസ് സെൻറ്റർ. ഇതൊരു ഫാമിലി സ്റ്റുഡിയോ ആണ്. ഇത് ഞങ്ങളുടെ ഒരു ട്രെയിനർ വിനായക് 140 കിലോ ലെഗ് പ്രസ് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഒപ്പം തന്നെ ട്രെയിനർമാരുണ്ടാവും. ലേഡീസിനാണെങ്കിൽ ലേഡി ട്രെയിനറും ഉണ്ട്. ഇവർ നമ്മളെക്കൊണ്ട് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെക്കൊണ്ട് എപ്പോഴും വർക്കൗട്ട് ചെയ്യിപ്പിക്കും കേട്ടോ. മടിയൊന്നും കൂടാണ്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ജിമ്മാണിത്. നമുക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ എല്ലാ മെഷീൻസും പുതിയതായ കാരണം ഇഷ്ടംപോലെ ആളുകളും വരുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ AC ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. ഒരുവിധം എല്ലാ മെഷീൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഇവിടുത്തെ മെഷീനുകൾ. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പുതിയ പുതിയ മെഷീനുകളാണ് കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും വർക്കൗട്ട് ചെയ്തേ തീരൂ. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈലും വ്യത്യാസമുണ്ടല്ലോ. അപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.